ഹലോ ഫ്രണ്ട്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 25 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് 3.14 വീസ്റ്റോൺ ബ്രിഡ്ജ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. നമുക്ക് നോക്കാം ആക്ച്വലി എന്താണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. വീസ്റ്റോൺ എന്ന സയൻറ്റിസ്റ്റ് കണ്ടെത്തിയ ഒരു സ്പെഷ്യൽ സർക്യൂട്ടാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയാമോ? അൺനോൺ റെസിസ്റ്റൻസ്, അതായത് നമുക്ക് അറിയാൻ പാടില്ലാത്ത റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടെത്താനാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ വാല്യൂ ആണ് പി, ക്യൂ, ആർ, എസ്. ഇതിൽ എസ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. ബാക്കി ഈ 3 റെസിസ്റ്ററിന്റെ വാല്യൂ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ സർക്യൂട്ട് പ്രകാരം അല്ലെങ്കിൽ വീസ്റ്റോൺ സർക്യൂട്ട് പ്രകാരം നമുക്ക് ഈ എസ് എന്ന് പറഞ്ഞ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാകും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്, സ്പെഷ്യൽ സർക്യൂട്ടാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. സോ വീസ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അൺനോൺ റെസിസ്റ്ററിനെ കണ്ടുപിടിക്കാനാണ്. ഇതിന് മിനിമം 4 റെസിസ്റ്റേഴ്സ് വേണം. അതിൽ 4ാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ട് പ്രകാരം നമുക്ക് ഈ 4ാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം നോക്കണം. ഇതിൽ ഈ 3 റെസിസ്റ്ററിൽ ഒരു റെസിസ്റ്റർ എങ്കിലും വേരിയബിൾ ആയിരിക്കണം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയണം. സോ ഇതിൽ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും റെസിസ്റ്റർ എടുത്താൽ മതി. ഞാൻ പറയുകയാണ് ഈ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റർ എന്താണ്? വേരിയബിൾ ആണ്. എന്നാലും അതിൻ്റെ വാല്യൂ എനിക്കറിയാം, ശരിയല്ലേ? ഇപ്പോൾ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് എനിക്കറിയാം. സോ ഈ 3 റെസിസ്റ്ററിന്റെ വാല്യൂ എനിക്കറിയാം. ഈ 4ാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ഈ 4 റെസിസ്റ്ററിനെയും ഒരു സ്പെഷ്യൽ സർക്യൂട്ട് വഴി കണക്ട് ചെയ്യും. സോ ഇതാണ് വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രാം. സോ ഇതാണ് പി എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ഇതാണ് ക്യൂ എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ഇതാണ് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ഇതാണ് എസ് എന്ന് പറയുന്ന റെസിസ്റ്റർ. ഇതിൽ ഇവിടെ മാത്രമേ അൺനോൺ റെസിസ്റ്ററിനെ കൊണ്ടുവെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ അൺനോൺ റെസിസ്റ്ററിനെ കൊണ്ടുവച്ച് വീസ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഞാൻ ഇവിടെയാണെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് വി. ഇതൊരു ഗാൽവനോമീറ്റർ ആണ്. എന്തിനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? ചെറിയ കറണ്ടിന്റെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് 4 ജംഗ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ്, ഇതൊരു ജംഗ്ഷനാണ്, ശരിയല്ലേ? ഇത് മറ്റൊരു ജംഗ്ഷനാണ്, ഇത് വേറൊരു ജംഗ്ഷനാണ്, ഇത് വേറൊരു ജംഗ്ഷനാണ്. ഇങ്ങനെ നമുക്ക് 4 ജംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ജംഗ്ഷനെല്ലാം പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഈ അൺനോൺ റെസിസ്റ്ററിന്റെ വാല്യൂ ആണ്. സോ നമുക്ക് 3 റെസിസ്റ്ററിന്റെ വാല്യൂ അറിയാം. 4ാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വേണം, ശരിയല്ലേ? ഒരു കണ്ടീഷൻ ഒന്നുമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു അൺനോണിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയില്ല. സോ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞു. ഇനി ഒരു കണ്ടീഷൻ വേണം. നമ്മുടെ കണ്ടീഷനാണ് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എപ്പോഴെങ്കിലും 0 ആയാൽ, എന്താണ് പറഞ്ഞത്? ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ എപ്പോഴെങ്കിലും 0 ആയാൽ നമ്മൾ പറയും വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയെന്ന് പറയും. സോ വീസ്റ്റോൺ ബ്രിഡ്ജ് എപ്പോഴാണ് ബാലൻസ് ആവുന്നത്? ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വാല്യൂ 0 ആകണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇവിടെയാണെങ്കിൽ ഒരു സെല്ലുണ്ട്. സെല്ലാണെങ്കിൽ ഉറപ്പായും കറണ്ടിനെ അയക്കും, ശരിയല്ലേ? സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലാണിത്, അതുപോലെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലാണിത്. ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് 0 വോൾട്ട്, ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് വി വോൾട്ട്. സോ വി വോൾട്ട് ഇങ്ങനെ കടന്ന് വന്ന് ഇവിടം വരെ എന്ത് വോൾട്ടായിരിക്കും? വി വോൾട്ടായിരിക്കും, ശരിയല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ സെയിം പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യാൻ ആരും തന്നെ ഇല്ല. സോ കറണ്ട് ആണെങ്കിൽ ഇവിടം വരെ എത്തി, ഐ എന്ന കറണ്ട് ഇവിടം വരെ എത്തി. ഈ കറണ്ട് എന്ത് ചെയ്യും? ഇവിടെ എത്തി ഡിവൈഡ് ചെയ്യും, ശരിയാണോ? ഇത് I1 ആയിട്ടും അതുപോലെ I2 ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഇനി I1ന്റെയും I2ന്റെയും ആവശ്യം എന്താണ്? അത് എങ്ങനെയെങ്കിലും ഒഴുകി ഈ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേരണം. സോ കറണ്ട് ഒഴുകുന്നത് എന്തിനാണ്? എങ്ങനെയെങ്കിലും സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. സോ കറണ്ട് ആണെങ്കിൽ ഇത് ഇങ്ങനെ ഒഴുകുകയാണ്. I1 എന്ന കറണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്, ഇതിലൂടെ കടന്നുപോയി. സോ കുറച്ച് വോൾട്ടേക്ക് എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. നേരത്തെ വി വോൾട്ട് ഉണ്ടായിരുന്നു, ഈ വി വോൾട്ടിൽ നിന്നാണ് കറണ്ട് ഒഴുകുന്നത്. സോ കുറച്ച് വോൾട്ടേക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ശേഷം ആ കറണ്ട് എന്ത് ചെയ്യും? ഒഴുകി ഈ ബി എന്ന ജംഗ്ഷനിലെത്തും. സോ ബി എന്ന ജംഗ്ഷനിൽ എന്ത് ചെയ്യും? കറണ്ട് 2ആയിട്ട് മുറിഞ്ഞു മാറും. സോ ഒരു കറണ്ട് ഇങ്ങോട്ട് വരും. ഇതാണ് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകിയ കറണ്ട്. നമുക്കതിനെ IG എന്ന് എടുക്കാം. സോ ഗാൽവനോമീറ്ററിലൂടെ ഇപ്പോൾ കറണ്ട് ഒഴുകിയെന്ന് വിചാരിച്ചു. IG എന്ന് പറയുന്ന കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകി. ഇനി ബാക്കി എത്രയുണ്ട്? I1ൽ നിന്നും ആര് കുറഞ്ഞു പോയി? IG നഷ്ടപ്പെട്ടു പോയി. സോ ബാക്കി എത്രയുണ്ട്? I1ൽ നിന്നും മൈനസ് IG
നഷ്ടപ്പെട്ടു പോയി, ബാക്കി ഇത്രയും ഉണ്ട്. സോ ഈ കറണ്ട് ഈ ക്യൂയിലൂടെ ഒഴുകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും എന്ത് ചെയ്യും? ക്യൂ കുറച്ച് വോൾട്ടേജിനെ നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ശേഷം ഇവിടെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ I1 മൈനസ് IG ഇവിടെ എത്തും. ഇനി നമുക്ക് ഇതിനെ നോക്കാം. ഇവനിങ്ങനെ ഒഴുകി ഒഴുകി ഇവിടം വരെത്തി. ഇനി ഒഴുകിയ കറണ്ട് ഇങ്ങോട്ട് കയറി വരുമോ? ഇല്ല. ഈ കറണ്ടിന്റെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും സെല്ലിന് നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേരുക. സോ ഈ കറണ്ട് നേരെ ഇങ്ങോട്ട് കയറാൻ നോക്കത്തില്ല. പകരം ഇവൻ എന്ത് ചെയ്യും? ഈ IG എന്ത് ചെയ്യും? ആ IG-യും അതുപോലെ ഈ I2 ഈ D എന്ന ജംഗ്ഷനിൽ ഒന്ന് ചേരും. അതിൽ നിന്നും ഉണ്ടാകുന്ന കറണ്ട് എത്രയാണ്? I2 പ്ലസ് IG. ഈ കറണ്ട് ഇതിലൂടെ ഒഴുകും. മനസ്സിലാവുന്നുണ്ടോ? ഈ കറണ്ട് ഈ എസിലൂടെ ഒഴുകുമ്പോൾ വീണ്ടും കുറച്ച് വോൾട്ടേജ് നഷ്ടം ഉണ്ടാകും. അങ്ങനെ ഒഴുകി ഒഴുകി ഈ സി എന്ന പോയിന്റിലെത്തും. സി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? അത് 0 ആണ്. സോ ഈ വി എന്ന പൊട്ടൻഷ്യൽ ഇവന്മാരെല്ലാം കൂടി എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ഇനി ഗാൽവോമീറ്ററിനും റെസിസ്റ്റൻസ് ഉണ്ട്. ഗാൽവോമീറ്റർ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. ഗാൽവോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് ജി. സോ ഇവന്മാർക്കെല്ലാം റെസിസ്റ്റൻസിന്റെ വാല്യൂ ഉണ്ട്. അതുപോലെ ഗാൽവോമീറ്ററും ഒരു ഡിവൈസ് ആണ്, ഒരു എക്യുപ്മെന്റ് ആണ്. അതിന് എന്ത് ചെയ്യാൻ കഴിയും? കറണ്ടിനെ പ്രതിരോധിക്കാൻ കഴിയും. സോ കറണ്ടിനെ എതിർക്കാൻ ആർക്കും കഴിവുണ്ട്? ഗാൽവോമീറ്ററിന് കഴിവുണ്ട്. ആ ഗാൽവോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് ജി, ക്യാപിറ്റൽ ജി. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഇനി നമ്മൾ പറഞ്ഞത് ഗാൽവോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ, IG എന്ന കറണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. സോ IG എന്ന് പറഞ്ഞ കറണ്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് എന്ന് പറയും. ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അങ്ങനെയെങ്കിൽ ഈ IG ഇവിടെ ഉണ്ടോ? ഇല്ല. IG-ന്റെ വാല്യൂ 0 ആണ്. സോ I1 ഇങ്ങനെ വരും, കുറച്ച് വോൾട്ടേജ് നഷ്ടമൊക്കെ ഉണ്ടാകും. ആ I1 ഇങ്ങോട്ട് മുറിഞ്ഞു മാറുമോ? ഇല്ല, ഇങ്ങോട്ട് മുറിഞ്ഞു മാറത്തില്ല. സോ I1 പൂർണ്ണമായും ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പോൾ ആരിവിടില്ല? IG ഇല്ല. IG എത്രയാണ്? 0 ആണ്. ഇനി അതുപോലെ I2 ഇങ്ങനെ ഒഴുകുകയാണ്. I2 ഇങ്ങനെ ഒഴുകുമ്പോൾ കുറച്ച് വോൾട്ടേജ് നഷ്ടം സംഭവിക്കും. ഈ I2 ഒഴുകി ഒഴുകി ഇവിടെ എത്തുമ്പോൾ ആരുമോ ഒന്ന് ചേരത്തില്ല, IG-യുമായിട്ട് ഒന്ന് ചേരത്തില്ല. കാരണം എന്താണ്? IG-ന്റെ വാല്യൂ 0 ആണ്. ഏത് കണ്ടീഷനിൽ? ബാലൻസ്ഡ് കണ്ടീഷനിൽ. ഞാൻ കുറേ നേരം പറയുന്നുണ്ട് ഈ ബാലൻസ്ഡ് എന്ന്. നിങ്ങൾക്ക് സംശയം തോന്നും, എന്താണ് ആക്ച്വലി ബാലൻസ്ഡ്? നമുക്ക് വഴിയെ പഠിക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ IG എന്ന് പറഞ്ഞ കറണ്ട് ഇല്ലെന്ന് കരുതുക. IG എന്ന് പറഞ്ഞ കറണ്ട് ഇല്ലെങ്കിൽ ഈ I2 അതുപോലെ ഇങ്ങോട്ട് ഒഴുകും. ശരിയല്ലേ? സോ IG-ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി നോക്ക്, ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ബാലൻസ്ഡ്, IG-ന്റെ വാല്യൂ 0. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എങ്ങനെയാണ് ഈ IG-ന്റെ വാല്യൂ 0 ആകുന്നത്? നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വാല്യൂ എപ്പോഴെങ്കിലും 0 ആകണമെങ്കിൽ കണ്ടക്ടറിന്റെ ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കണം? അത് 0 ആയിരിക്കണം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ മാത്രമേ, സോ ഇതെന്ന് പറഞ്ഞാൽ ബി എന്ന പോയിന്റ് ആണ്, ഇത് ബി എന്ന പോയിന്റ് ആണ്, ഇത് ഡി എന്ന മറ്റൊരു പോയിന്റ് ആണ്. സോ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ യാതൊരു പൊട്ടൻഷ്യൽ വ്യത്യാസവുമില്ല. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി ആണെങ്കിൽ അതേ പൊട്ടൻഷ്യലാണ് വി ഡിയും. സോ ഈ രണ്ട് പൊട്ടൻഷ്യൽ സെയിം ആണ്. അങ്ങനെയെങ്കിൽ കറണ്ട് ഒഴുകുമോ? ഇല്ല. സോ കറണ്ട് ഒഴുകാതിരിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? ഈ രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കണം? ഈ വി ബി മൈനസ് വി ഡിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കറണ്ട് ഒഴുകാതിരിക്കുകയുള്ളൂ. കാര്യം മനസ്സിലായോ? സോ ബാലൻസ്ഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ജംഗ്ഷനിലെ പൊട്ടൻഷ്യലും അതുപോലെ ഈ ജംഗ്ഷനിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുകയില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ കറണ്ട് ഒഴുകുകയില്ല. സോ ഇപ്പോൾ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് മനസ്സിലായി, ശരിയല്ലേ? സോ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഈ രണ്ട് ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം. സോ ഈ ജംഗ്ഷനിൽ കറണ്ട് എവിടെ നിന്നാണ് വരുന്നത്? കറണ്ട് ഇവിടെ നിന്നാണ് വരുന്നത്, ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ സെയിം പൊട്ടൻഷ്യലാണ്. ഈ കറണ്ടിൻ്റെയും ഈ പോയിന്റിലെ കോമൺ പൊട്ടൻഷ്യൽ ആയിരുന്നു വി. ഇനി ഈ വിയിൽ നിന്നും കുറച്ചുകൂടെ നഷ്ടം സംഭവിച്ചു. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചിവിടെ നഷ്ടം സംഭവിച്ചു. എത്ര നഷ്ടം സംഭവിച്ചു? നമുക്കറിയാം, നഷ്ടം സംഭവിച്ച വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടുത്തെ റെസിസ്റ്ററിനെ ഇവിടുത്തെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ I1 ഇൻറ്റു പി ആണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ ഇവിടെ നഷ്ടപ്പെട്ടു പോയത് എത്രയാണ്? ഇവിടെ നഷ്ടപ്പെട്ടു പോയത് I2 ഇൻറ്റു ആർ ആണ്. സോ ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോയപ്പോഴത്തേക്കും ഇത്രയും വോൾട്ടേജ് ഈ വിയിൽ നിന്നും നശിച്ചുപോയി. ഇനി ഇതിലൂടെ കറണ്ട് കടന്നു പോയപ്പോഴത്തേക്കും ഇത്രയും വോൾട്ടേജ് ഈ വിയിൽ നിന്നും നശിച്ചുപോയി. ഇനി പറയുകയാണ്, ഇവിടുത്തെ രണ്ടിൻ്റെയും വോൾട്ടേജ് സെയിം ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ നഷ്ടപ്പെട്ടത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, ശരിയല്ലേ? ഇവിടെ നമുക്ക് 100 വോൾട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 25 വോൾട്ട് വേണമെങ്കിൽ എത്ര നശിച്ചു പോകണം? ഇവിടെ നശിച്ചു പോകേണ്ടത് 75 ആയിരിക്കണം. ഇനി ഇവിടെയും 25 വേണമെങ്കിൽ ഇവിടെ എത്ര നശിച്ചു പോകണം? 75 തന്നെ നശിച്ചു പോകണം.
ശരിയല്ലേ? സോ ഇവിടുത്തെ നശിച്ചുപോയ വോൾട്ടേജും ഇവിടുത്തെ നശിച്ചുപോയ വോൾട്ടേജിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. I1P എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കണം? ഈ I2Rന് ഈക്വൽ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 1. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇപ്പോൾ 25 ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? അതും 25 തന്നെയാണ്. ഇവിടെയാണെങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് 25 ഉണ്ടെങ്കിൽ ആ 25 ഇവിടെ നശിച്ചു പോകണം, എന്നാൽ മാത്രമേ ഇവിടെ 0 ആവുകയുള്ളൂ. ശരിയല്ലേ? അതുപോലെ ഇവിടെ 25 ഉണ്ടെങ്കിൽ അത്രയും തന്നെ ഇവിടെ നശിച്ചു പോകണം, എന്നാലേ ഇവിടെ ഒരു കോമൺ പൊട്ടൻഷ്യൽ വരികയുള്ളൂ. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പും സെയിം ആയിരിക്കണം. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? വരുന്ന കറണ്ട് I1 ആണ്. സോ I1 ഇൻറ്റു ക്യൂ, I1 ഇൻറ്റു ക്യൂ. ഇതെത്രയാണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് I2 ഇൻറ്റു എസ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് I2 ഇൻറ്റു എസ് ആണ്. ഈ രണ്ട് വാല്യൂ സെയിം ആയിരിക്കണം. നമ്മൾ പറയും I1 ഇൻറ്റു ക്യൂവും I2 ഇൻറ്റു എസും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഗാൽവനോമീറ്ററിൻ്റെ അകത്തൂടെ കറണ്ട് ഒഴുകാതിരിക്കുകയുള്ളൂ. സോ ഐജിൻ്റെ വാല്യൂ 0 ആകണമെങ്കിൽ ഈ കണ്ടീഷൻ പാലിച്ചിരിക്കണം. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഈ രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുകയാണ്. സോ I1ഉം I1ഉം ക്യാൻസൽ ആകും, അതുപോലെ I2ഉം I2ഉം ക്യാൻസൽ ആകും. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്താണ്? P ഡിവൈഡ് ബൈ Q വിച്ച് ഈസ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ S. സോ ഈ ഇക്വേഷനിൽ നമുക്ക് ഈ 3 റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയാം. നമുക്ക് ആരെ കിട്ടും? നാലാമത്തെ അൺനോൺ റെസിസ്റ്ററിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിൽ ഒരു റെസിസ്റ്റർ, നമുക്കറിയാവുന്ന ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ വേരിയബിൾ എടുക്കണം, അതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയണം. എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത്? അങ്ങനെ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും ഈക്വൽ ആക്കാൻ കഴിയുകയുള്ളൂ. സോ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ഇവിടെ 75 വോൾട്ട് നഷ്ടമായി കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ 75 വോൾട്ട് നഷ്ടമാക്കണം. ശരിയല്ലേ? നമുക്ക് ഈ വാല്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റെസിസ്റ്റർ എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ രണ്ട് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയി കൊണ്ടുവരും. അങ്ങനെ സെയിം ആയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഈ രണ്ട് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പും സെയിം ആയിരിക്കും. ശരിയല്ലേ? അത് ഓട്ടോമാറ്റിക്കലി സെയിം ആവും. കാരണം എന്താണ്? ഇവയ്ക്കൊരു കോമൺ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടുത്തെ രണ്ട് പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവ നഷ്ടപ്പെടുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഗാൽവനോമീറ്ററിനകത്തൂടെ കറണ്ട് ഒഴുകിയില്ല. ഗാൽവനോമീറ്ററിനകത്തൂടെ കറണ്ട് ഒഴുകിയില്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ ബാലൻസ്ഡ് കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്തായിരുന്നു ബാലൻസ് കണ്ടീഷൻ? IG എന്ന് പറഞ്ഞ കറണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. സോ ഇങ്ങനെ 0 ആകാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ എന്താണ്? ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കണം. സോ ഇവിടുത്തെ രണ്ട് പൊട്ടൻഷ്യൽ സെയിം ആകണമെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് തുല്യമായിരിക്കണം. അതുപോലെ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് തുല്യമായിരിക്കണം. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് എത്തിച്ചേരുകയും അതിൽ നമുക്ക് അൺനോൺ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യാം. സോ ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് കിർച്ചോഫ് സെക്കൻഡ് ലോയിൽ നിന്നുമാണ്. സോ നമുക്കിനി പഠിക്കാം എങ്ങനെയാണ് കിർച്ചോഫ് സെക്കൻഡ് ലോയിൽ നിന്നും ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്. നമുക്ക് ഈ സർക്യൂട്ടിൽ നിന്നും എങ്ങനെയാണ് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ കിർച്ചോഫ് ലോ വഴി ഡിറൈവ് ചെയ്ത് നോക്കാം. നമുക്കറിയാം കിർച്ചോഫ് ലോ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ കറണ്ടിനെ ഒഴുക്കി വിടണം. സോ നമുക്ക് കറണ്ടിനെ ഒഴുക്കി വിടാം. കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെ വരികയാണ്. കറണ്ട് ഒരു പുഴ പോലെ ഒഴുകി ഇവിടം വരെ എത്തി. ഇവിടെയാണെങ്കിൽ കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ശരിയല്ലേ? പുഴ രണ്ടായിട്ട് മുറിഞ്ഞു മാറി I1ഉം I2. ഇനി I1 ഒഴുകുകയാണ്. ഈ I1 ഒഴുകി ഇതിലൂടെ ഒഴുകി I1 ഇവിടെ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം I2 ഒഴുകി ഇവിടെ എത്തിച്ചേർന്നു. I2 ഇങ്ങോട്ട് പോയി, അതുപോലെ I2ൻ്റെ കുറച്ച് ഭാഗം ഇങ്ങോട്ടും പോയി. നമുക്ക് എങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ രീതിയിലായതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ രീതിയിൽ തന്നെ പറയുകയാണ്. I1 ഒഴുകി ഇവിടെ എത്തി. ഇവിടെ I1 എത്തിയപ്പോഴത്തേക്കും I1 രണ്ട് കൈവഴികളായിട്ട് മുറിഞ്ഞു മാറി. സോ ഇവിടെയാണെങ്കിൽ IG എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകി, ഗാൽവനോമീറ്ററിലൂടെ IG എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകി. ബാക്കി എത്ര ഉണ്ടായിരുന്നു? I1ൽ നിന്നും IG മുറിഞ്ഞു മാറിയപ്പോഴും I1 മൈനസ് IG എന്ന് പറഞ്ഞ കറണ്ടിനെ കിട്ടി. സോ I1 മൈനസ് IG ഒഴുകി ഇവിടം വരെ എത്തി. ഇനി ഈ I2ഉം അതുപോലെ ഇതുവഴി ഒഴുകിയെത്തിയ IG-യും കൂടിച്ചേർന്ന് ഈ പോയിന്റിൽ I2 പ്ലസ് IG ഉണ്ടായി. ഈ I2 പ്ലസ് IG ഇതുവഴി ഒഴുകി ഇവിടെ എത്തിച്ചേർന്നു. സോ ഇവിടെയാണെങ്കിൽ പ്ലസ് IG ആണ്, ഇവിടെ മൈനസ് IG ആണ്. അത് ക്യാൻസലായി പോകും. ബാക്കി ആരുണ്ട്? I1 പ്ലസ് I2. സോ I1 പ്ലസ് I2 ഇവിടെ കൂടിച്ചേരും.
എന്താണ് I1 പ്ലസ് I2? അത് പഴയ പോലെ I ആയിരുന്നു. ശരിയല്ലേ? I ആണ് I1 പ്ലസ് I2 ആയിട്ട് മാറിയത്. സോ I1 പ്ലസ് I2 പഴയ പോലെ I ആയിട്ട് മാറും. അതായത് ഈ കറണ്ട് എല്ലാം ഇവിടെ കൂടിച്ചേർന്ന് I ആയിട്ട് മാറും. സോ ബേസിക് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? എത്ര കറണ്ടാണ് മുറിഞ്ഞു മാറിയത് അത്രയും കറണ്ട് ഒന്ന് ചേർന്ന് I ആയിട്ട് മാറി. ആ I ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. സോ നമ്മൾ കറണ്ടിനെ ഒഴുക്കി വിട്ടു. ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൊളാരിറ്റി മാർക്ക് ചെയ്യണം. സോ ഇവിടെ ഒറ്റ സെല്ലേ ഉള്ളൂ. സെല്ലിന് പൊളാരിറ്റി മാർക്ക് ചെയ്യാം. ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, അതിൻ്റെ പൊളാരിറ്റി എപ്പോഴും പോസിറ്റീവാണ്. ഇത് നെഗറ്റീവ് ടെർമിനൽ, അതിൻ്റെ പൊളാരിറ്റി എപ്പോഴും നെഗറ്റീവാണ്. ഇനി നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് പൊളാരിറ്റി മാർക്ക് ചെയ്യും. സോ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ്. കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ്. ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതാണ് G. സോ കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇനി ഇവിടെയാണെങ്കിൽ ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. കറണ്ട് ഇങ്ങോട്ട് ഒഴുകുകയാണ്. ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സോ നമ്മൾ എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും പൊളാരിറ്റി മാർക്ക് ചെയ്തു. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു, പൊളാരിറ്റി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് വരാം. ലൂപ്പിനെ കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ആദ്യമേ ഈ ലൂപ്പിനെ കൺസിഡർ ചെയ്യാം. ലൂപ്പിൻ്റെ പേരാണ് A B D A. സോ നമ്മൾ ഈ ലൂപ്പിനെ കൺസിഡർ ചെയ്തു. ലൂപ്പിൻ്റെ പേരെന്തായിരുന്നു? ലൂപ്പ് A B D A. സോ ഇതെന്ന് പറയുന്നത് ക്ലോക്ക് വൈസിൽ പോകുന്ന ലൂപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും ലൂപ്പിനെ സെലക്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഞാനിങ്ങനെ ക്ലോക്ക് വൈസ് ലൂപ്പിനെ എടുത്തു. നമുക്കിനി ഈ ലൂപ്പിൽ ക്രിച്ച്ഓഫ് ലോ അപ്ലൈ ചെയ്യാം. സോ ലൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എയിൽ നിന്ന് വരികയാണ് കറണ്ട്. എയിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെയാണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഉറപ്പായും വോൾട്ടേജ് നഷ്ടം സംഭവിക്കും. സോ നഷ്ടം സംഭവിച്ച വോൾട്ടേജ് ആണ് എത്ര? കറണ്ട് ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ്. സോ I1 P ആണ് ഇവിടെ നഷ്ടം സംഭവിച്ചത്. സോ ഈ വോൾട്ടേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? പ്ലസിൽ നിന്നും മൈനസിലേക്കാണ് വരുന്നത്. സോ വോൾട്ടേജ് നഷ്ടം സംഭവിക്കും. സോ നമ്മൾ പറയും -I1 P. ഇനിയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണ് നമ്മൾ ലൂപ്പ് ഇങ്ങോട്ട് വന്നു. സോ ഇവിടെയും എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പാണ് അത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് വരുന്നത്. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പാണ് IG. IG എന്ന് പറഞ്ഞാൽ വരുന്ന കറണ്ട്, G എന്ന് പറഞ്ഞാൽ ഈ ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. സോ ഇത്രയും വോൾട്ടേജ് നഷ്ടം സംഭവിക്കും. പ്ലസിൽ നിന്ന് മൈനസിലേക്ക് വന്നു. സോ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ +-IG. ഇത് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്നു, ഇവിടെ എത്തി. ഇവിടെ മൈനസിൽ നിന്നും പ്ലസിലേക്കാണ് വരുന്നത്. സോ ഈ വോൾട്ടേജ് ഡ്രോപ്പ് പോസിറ്റീവാണ്. ശരിയല്ലേ? മൈനസിൽ നമ്മൾ പ്ലസിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. സോ ലൂപ്പ് നോക്കുക. നമ്മൾ ലൂപ്പിൻ്റെ ഡയറക്ഷനിലൂടെയാണ് ക്രിച്ച്ഓഫ് ലോ അപ്ലൈ ചെയ്യുന്നത്. സോ ക്രിച്ച്ഓഫിൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ ലൂപ്പിലൂടെ അപ്ലൈ ചെയ്ത് വരണം. ഇനി നോക്ക്, ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? ഇവിടുത്തെ കറണ്ടാണ് I2, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് R. സോ വോൾട്ടേജ് ഡ്രോപ്പാണ് I2 × R. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് പോസിറ്റീവ് ആണ്. കാരണം എന്താണ്? നമ്മൾ ലൂപ്പ് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സോ ലൂപ്പ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് വരുന്നത്. സോ ഈ വോൾട്ടേജ് ഡ്രോപ്പ് പോസിറ്റീവ് ആണ്. സോ പ്ലസ് എത്രയാണ്? I2 R, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? കംപ്ലീറ്റ് ലൂപ്പിൻ്റെ ആകെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 കിട്ടും. ഇനി നമുക്ക് അടുത്ത ലൂപ്പിന് എടുക്കാം. നമ്മൾ അടുത്ത ലൂപ്പാണ് B C D B. സോ അതും ഒരു ക്ലോക്ക് വൈസ് ലൂപ്പാണ്. ശരിയാണോ? സോ ലൂപ്പിൻ്റെ പേരെന്താണ്? B C D B. സോ ലൂപ്പ് എടുക്കാം B C D B. ഇനി ഈ ലൂപ്പിൽ പഴയ പോലെ നമുക്ക് ക്രിച്ച്ഓഫ് ലോ അപ്ലൈ ചെയ്യാം. സോ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഇവിടുത്തെ കറണ്ട് എത്രയാണ്? കറണ്ട് I1 - IG ആണ്. ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? Q ആണ്. ഇനി ഈ വോൾട്ടേജ് ഡ്രോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് വരുന്നത്. സോ വോൾട്ടേജ് ഡ്രോപ്പ് നെഗറ്റീവ് ആണ്. സോ ഈ ലൂപ്പിൽ ഫസ്റ്റ് വോൾട്ടേജ് ഡ്രോപ്പായ -I1 - IG × Q എന്ന് പറയും. ശരിയല്ലേ? സോ ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി പ്ലസ് നമുക്ക് അടുത്ത വോൾട്ടേജ് ഡ്രോപ്പിലേക്ക് വരാം. ഇതാണ് എസിലെ വോൾട്ടേജ് ഡ്രോപ്പ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്ക് നെഗറ്റിവിറ്റി പോസിറ്റീവ് ആണ്, അത് പോസിറ്റീവ് ആണ്. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് പോസിറ്റീവ് ആണ്. വരുന്ന കറണ്ടാണ് I2 + IG. ഈ കറണ്ട് ഇതിൻ്റെ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? എസ്. സോ ഇത്രയും വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? അത് പോസിറ്റീവ് ആണ്. സോ നമുക്ക് പറയാം I2 + IG × S എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ഇങ്ങോട്ട് വരാം.
മൈനസ് ടു പ്ലസ് അതെന്താണ്? അത് വീണ്ടും വോൾട്ടേജ് ഡ്രോപ്പ് പോസിറ്റീവായി. സോ ഐ ജി ജിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? അത് വീണ്ടും പോസിറ്റീവായി. സോ മൈനസ് നിന്ന് പ്ലസിലേക്ക് വന്നതുകൊണ്ട് ഐ ജി ജിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഈ കേസിൽ എന്തായിരുന്നു? പോസിറ്റീവാണ്. സോ ആകെ എത്ര കിട്ടും? ആകെ എന്ന് പറയുന്നത് പഴയ പോലെ 0 കിട്ടും. ഇന്ന് നമ്മൾ പറയുകയാണ് ബാലൻസ്ഡ് കണ്ടീഷനിൽ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ബാലൻസ് ആണെങ്കിൽ ഐ ജിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇഫ് ഐ ജി വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെങ്കിൽ? 0 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് സംഭവിക്കും? സോ ഐ ജിൻ്റെ വാല്യൂ 0 ആയി. സോ ഈ ടേം ഉണ്ടോ? ഇല്ല. സോ നമുക്ക് പറയാം മൈനസ് ഐ വൺ പി പ്ലസ് ഐ ടു ആർ വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ മൈനസ് ഐ വൺ പി പ്ലസ് ഐ ടു ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഈ മൈനസ് ഐ വൺ പിയെ ഇവിടെ കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും ഐ ടു ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഐ വൺ പി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി അതുപോലെ ഇവിടെ നോക്കാം. ഇഫ് ആരുടെ വാല്യൂ? ഐ ജിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മളെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ ഐ ജി എന്തായി മാറി? 0 ആയി മാറി. സോ ഈ ഐ ജി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. സോ ഈ ഐ ജി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ബാക്കി ഇവിടെ എന്തുണ്ട്? മൈനസ് ഐ വൺ ക്യൂ. സോ മൈനസ് ഐ വൺ ക്യൂ. ഇനി ഇവിടെ ആണെങ്കിലോ ഐ ടു എസ്. സോ പ്ലസ് ഐ ടു എസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഞാനാണെങ്കിൽ ഈ മൈനസ് ഐ വൺ ക്യൂവിനെ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ നമുക്ക് കിട്ടും ഐ ടു എസ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ വൺ ക്യൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1നെ ഈ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊട്ട് മാറ്റിയെഴുതാം. ഐ വൺ പി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ഐ വൺ പി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ടു ആറിന് ഈക്വൽ ആവണം. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ നമ്പർ 2 ഐ വൺ ക്യൂ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആവണം? ഐ ടു എസിന് ഈക്വൽ ആവണം. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെയെങ്കിൽ പഴയ പോലെ ഐ വണ്ണും ഐ വണ്ണും ക്യാൻസൽ ആകും. അതുപോലെ ഐ ടുവും ഐ ടുവും ക്യാൻസൽ ആകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? പി ഡിവൈഡ് ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ എസ്. സോ ഈ കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഐ ജിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അല്ലെങ്കിൽ പി ഡിവൈഡ് ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ എസ് ആണെങ്കിൽ ഈ ഗാലോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഗാലോമീറ്ററിലൂടെ കറണ്ട് ഒഴുകുകയില്ല. സോ ഗാലോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഗാലോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ഗാലോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വഴി ഈ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഈ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷനെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. പി ഡിവൈഡ് ബൈ ആർ which is equal to Q divided by S. Okay, P divided by R which is equal to Q divided by S. അല്ലെങ്കിൽ P divided by Q which is equal to R divided by S. അതുമല്ലെങ്കിൽ R divided by P which is equal to S divided by Q. ഒരിക്കൽ നിങ്ങൾ ക്രോസ് പറയരുത്. ക്രോസ് പറയുന്നത് തെറ്റായി പോകും. മനസ്സിലായോ? പി ഡിവൈഡ് ബൈ എസ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ആർ എന്ന് പറയരുത്. ഇങ്ങനെ ക്രോസ് രീതിയിൽ പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഈ റെസിസ്റ്റർ ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റർ വിച്ച് ഈസ് ഈക്വൽ ടു ഈ റെസിസ്റ്റർ ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റർ. അല്ലെങ്കിൽ ഈ റെസിസ്റ്റർ ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റർ വിച്ച് ഈസ് ഈക്വൽ ടു ഈ റെസിസ്റ്റർ ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റർ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ ഇക്വേഷൻ പറയാം. ഇങ്ങനെയൊക്കെ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകത? ഗാലോമീറ്ററിനകത്തോട് ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്മൾ പറയും ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും. സോ ഈ കണ്ടീഷൻ എല്ലാം മനസ്സിലായോ? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ധാരാളം ക്വസ്റ്റൻസ് ഉണ്ട്. നമ്മൾ അത്തരം മോഡൽ ക്വസ്റ്റൻസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.